നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പാസ്തയുടെ റെസിപ്പിയാണ് കേട്ടോ. പാസ്ത അതിൻ്റെ ഇറ്റാലിയൻ സോസോട് കൂടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി തനി നാടൻ ടേസ്റ്റിലുള്ള പാസ്ത വേണമെന്നുണ്ടെങ്കിൽ കേരള സ്റ്റൈൽ തനി നാടൻ ന്യൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അപ്പോൾ അതിനായിട്ട് നമുക്ക് സോസ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം നന്നായി ചൂടാക്കാനായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട വെള്ളമാണ് കേട്ടോ. ഇതിലേക്ക് തക്കാളി 4 ചെറിയ സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ടാണ് ഈ ഉപ്പിട്ട വെള്ളത്തിലേക്ക്, ചൂടായ വെള്ളത്തിലേക്ക് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തെടുക്കാൻ പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. തക്കാളി ഒരുപാട് അങ്ങ് കുക്കായി പോകരുത്. ഓവറായിട്ട് കുക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇതുപോലെ അങ്ങ് ഇട്ടെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ വിട്ടിരിക്കും. അപ്പോൾ അത് അപ്പോൾ തന്നെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് വാട്ടറിലേക്ക് എടുത്തിട്ടാൽ മതി. ഞാനിപ്പോൾ തണുത്തതിന് ശേഷം ഇതുപോലെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇനി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ പ്യൂരി നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുക്കണ്ട. വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ ആ സോസിന്, അതായത് ഇറ്റാലിയൻ സോസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗാർലിക് ചേർക്കണം, വെളുത്തുള്ളി ചേർക്കണം. ഞാൻ ഒരു 3 ചെറിയ സൈസ് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വഴന്നതിന് ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇടാം. രണ്ട് കുഞ്ഞു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്. സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കണേ. കണ്ടോ, ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് ഒരു ലൈറ്റ് കളറിൽ ഇന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത്, അതും കൂടി ഇട്ടെടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരി കൂടി ഒഴിക്കാം. അത് ഈ സോസിന് എത്രത്തോളം അതിൻ്റെ തിക്നെസ് വേണം എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതായത് ഞാനിപ്പോൾ ചെയ്യുന്നത് അതായത് പാസ്തയ്ക്കകത്തേക്ക് ഈ സോസ് ഉണ്ടാക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. സോസ് കുറച്ചിൻ്റെ ഗ്രേവി ടൈപ്പ് കുറച്ച് ലൂസായിട്ട് സോസ് ഉണ്ടാക്കി എടുത്തിട്ട് പാസ്ത തയ്യാറാക്കി അതിലേക്ക് സെർവ് ചെയ്ത് കഴിക്കണമെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടെടുത്തു. ഇതിലേക്ക് ഒറിഗാനോ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ സീസണിങ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഡ്രൈ ലീവ്സ് ആണ്. അത് കുറച്ച് ഒരല്പം ഇട്ടാൽ മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ സോസിനൊരു ഭയങ്കര ഒരു സ്മെല്ലുണ്ടാകും. കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു ഫ്ലേവറാണ് നല്ലത്. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഈ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇടാം. അതായത് തക്കാളിക്ക് എത്രത്തോളം പുളിയുണ്ട് എന്ന് നോക്കിയിട്ട് വേണം അതിലേക്ക് നമുക്ക് ഉപ്പും എരിവും മധുരവും ഒക്കെ അത് ബാലൻസ് ചെയ്ത് നിൽക്കണം. ഒരല്പം ഉപ്പും കൂടി എനിക്ക് വേണം. ഞാൻ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുത്ത് അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം വീണ്ടും ചേർക്കാൻ കേട്ടോ. അതായത് അത്യാവശ്യം നല്ലൊരു എരിവുണ്ടാകണം, ഒരു തക്കാളിയുടെ ഒരു പുളി ഉണ്ടാകണം, പിന്നെ ഉപ്പും മധുരവും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കണം. അതായത് സോസ് നല്ലൊരു ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ പാസ്ത കഴിക്കാൻ പറ്റില്ല.
ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചീസും കൂടെ ഞാൻ ചേർത്തു. മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഗ്രേറ്റ് ചെയ്തത്, അതും കൂടി ഇട്ടുകൊടുത്തു. അത്യാവശ്യം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് സോസ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായി ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്ത് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പിട്ടു. ഇനി നമുക്ക് നന്നായി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള പാസ്ത, ഒരു പാക്കറ്റിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് ഈ ഷെൽ ടൈപ്പ് പാസ്തയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതായത് പാസ്തയുടെ ആ ഒരു തിക്നെസ്സിനെ അനുസരിച്ച് നല്ല കട്ടിയുള്ള പാസ്തയാണെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും. ഇതുപോലുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേകും. അപ്പോൾ അതിൻ്റെ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ കുക്കിംഗ് ടൈമൊക്കെ, അതൊന്ന് നോക്കിയിട്ട് വേണം വേവിക്കാൻ. പാസ്ത നന്നായിട്ട് വേഗം വേണം, എന്നാൽ ഓവറായിട്ടങ്ങ് വെന്ത് അങ്ങ് ഒരുപാട് സോഫ്റ്റായി പോയി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ എടുത്തിട്ടൊന്ന് പൊട്ടിച്ച് നോക്കുക. അത്യാവശ്യം നന്നായി പൊട്ടി വരുന്നുണ്ടെങ്കിൽ പാസ്ത കുക്കായിട്ടുണ്ടാവും. എന്നിട്ട് ഇത് വാർക്കുമ്പോൾ ഇത് വാർത്ത് കഴിഞ്ഞിട്ട് പാസ്ത വാർത്തിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് അങ്ങ് വാർക്കണം. അപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കില്ല. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. അവിടെ ഞാനിത് വാർത്തപ്പോൾ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കളഞ്ഞു. നന്നായിട്ട് ഡ്രെയിൻ ചെയ്തതിന് ശേഷം കുറച്ച് ഒലിവ് ഓയിലൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്കൊരു പാനടുപ്പിലേക്ക് വയ്ക്കാം. വച്ചിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറാണ് ചേർക്കുന്നത്. ഒലിവ് ഓയിലോ ഏതെങ്കിലും ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ ചൂടാക്കുമ്പോൾ തീ നന്നായി കുറച്ച് വെച്ചിട്ട് ചൂടാക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ബട്ടർ. ബട്ടറിന്ന് മെൽറ്റായി വന്നപ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർക്കുന്നു. ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഈ ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ചിക്കൻ നല്ല ഒന്ന് മൊരിഞ്ഞ് ലൈറ്റായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുമ്പോഴാണ് അത് ആ പാസ്തയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് ചതച്ചത്, അതും കൂടി ഇട്ടുകൊടുത്തു. അതും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് മരിയട്ടെ. അത്യാവശ്യം നന്നായിട്ട് ചിക്കൻ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് നോക്കണം ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത്. ചിക്കനും ഉപ്പിട്ട് വേവിച്ചതാണ്, പാസ്തയും ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അത്യാവശ്യം നന്നായിട്ട് തന്നെ പാസ്തയും ചിക്കനും കൂടി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. സോസ് കൂടി ചേർത്തിട്ട് ഞാനിതിപ്പോൾ നന്നായി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ചീസ് കൂടി ഇട്ടുകൊടുത്തു. 1/2 ടേബിൾ സ്പൂൺ ചീസ് കൂടി ഇട്ടുകൊടുത്തു. അതുപോലെ ബേസിൽ ലീവ്സ്, അതും ഇറ്റാലിയൻ ഡ്രൈ ലീവ്സ് ആണ്, അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തു. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് ഒഴിച്ച് സെർവ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോസ് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്ത് അത് അങ്ങനെ വേണമെങ്കിലും നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ സാധാരണ ചെയ്യാറ് ഇതുപോലെയാണ്. ഇതാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇതുപോലെ സോസ് ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടൊരല്പം വറ്റൽമുളക് ചതച്ചതുകൂടി ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നല്ലൊരു എരിവുണ്ടാകും. അതായത് അത്യാവശ്യം നല്ലൊരു എരിവ്, പുളി, മധുരം, ഉപ്പ് ഇതെല്ലാം കൂടി ഉണ്ടെങ്കിലാണ് നമ്മുടെ പാസ്തയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.